എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 4ാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. 5 വിക്കറ്റിനാണ് ഇന്ത്യ കളി ജയിച്ചത്. 4ാം ടെസ്റ്റിലും ഇംഗ്ലണ്ട് ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ടു. ഇന്ത്യ ഇന്ന് കളി ജയിച്ചെങ്കിലും ക്യാപ്റ്റൻ രോഹിത് അത്ര ഹാപ്പിയല്ല. ഇന്ന് തുടരെ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഇംഗ്ലണ്ട് ജയിക്കും എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഗില്ലും ജുറേലും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ന് ഇന്ത്യ കളി ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇത് ശരിക്കും ഒരു ടീം വർക്കിന്റെ വിജയമാണ്. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഞങ്ങളെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും ഗിൽ, ജുറേൽ തുടങ്ങിയ താരങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ കളി ജയിച്ചു. ഇന്ത്യയ്ക്ക് വേണ്ടി എല്ലാ താരങ്ങളും മികച്ച കളി കാഴ്ചവെച്ചെങ്കിലും എന്നെ നിരാശപ്പെടുത്തുന്നത് രജത് പാട്ടിദാറിന്റെ മോശം ഫോമാണ്. നിരവധി അവസരങ്ങളാണ് താരത്തിന് ഇപ്പോൾ ഞങ്ങൾ കൊടുത്തത്. പക്ഷേ താരത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാന ടെസ്റ്റിൽ പാട്ടിദാറിനു പകരം പുതിയ താരത്തെ ടീമിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ഒരു അറ്റാക്കിംഗ് ശൈലിയിൽ കളിക്കുന്ന ബാറ്ററെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഋഷഭ് പന്തിനെ പോലെ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ഇന്ത്യയെ ഏത് കളിയും ജയിപ്പിക്കാൻ കരുത്തുള്ള ഒരു താരത്തെയാണ് ഞങ്ങൾക്ക് ആവശ്യം. പക്ഷേ പന്തിന് പരിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദിനത്തിൽ സഞ്ജു മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം ടെസ്റ്റിൽ സഞ്ജു ഉൾപ്പെടെ നിരവധി താരങ്ങൾക്ക് അവസരം ലഭിച്ചേക്കും. ഇന്ത്യ പരമ്പര നേടിയതുകൊണ്ട് തന്നെ അവസാന ടെസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും വരുന്ന മത്സരത്തിൽ ഇതേ കളി തന്നെ പുറത്തെടുക്കും എന്നും രോഹിത് വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. 4ാം ടെസ്റ്റും ജയിച്ചതോടെ ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഇന്ത്യൻ നിരയിൽ രജത് പാട്ടിദാർ വൻ ഫ്ലോപ്പ് ആണ്. പാട്ടിദാറിന് പകരം സഞ്ജു ടീമിൽ എത്തിയാൽ അത് ഇന്ത്യക്ക് വലിയ കരുത്താണ്. രാഹുൽ പുറത്തായതും ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയാണ്. ബാറ്റിംഗിൽ ജയ്സ്വാൾ, ഗിൽ, ജുറേൽ തുടങ്ങിയ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും 4ാം നമ്പറിൽ ഒരു പുതിയ ബാറ്ററെ ഇന്ത്യക്ക് ആവശ്യമാണ്. 5ാം ടെസ്റ്റിന് ഇന്ത്യ പുതിയ താരങ്ങളെ ആയിരിക്കും കളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.